നമസ്കാരം. ഭരിക്കുന്ന സർക്കാരിനെതിരെ ഭരണകക്ഷിയുടെ സംഘടന തന്നെ സമരത്തിനിറങ്ങുക. ശമ്പളം കിട്ടാത്തതാണ് കാരണം. IHRDയിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. IHRDയിലെ CPM അനുകൂല സംഘടനയായ IHRD എംപ്ലോയീസ് യൂണിയനാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരിനി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. കഴിഞ്ഞ മാസം ശമ്പളം മുടങ്ങി. അതിനു മുമ്പുള്ള മാസങ്ങളിൽ ഭാഗികമായി മാത്രമേ ശമ്പളം കിട്ടിയിട്ടുള്ളൂ. 3500 ജീവനക്കാരുള്ള ഈ ഇവിടെ 1000 പേരോളം മാത്രമാണ് സ്ഥിര ജീവനക്കാർ. ബാക്കിയുള്ളവരൊക്കെ താൽക്കാലിക ജീവനക്കാരാണ്. അതുപോലെ ഈ IHRDയുടെ കീഴിൽ 9 എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ 8 പോളിടെക്നിക്കുകളും അതുപോലെ ടെക്നിക്കൽ സ്കൂളുകളും അടക്കം 87 സ്ഥാപനങ്ങളുണ്ട് IHRDയിൽ. ഇതിൻ്റെ ഈ CPM അനുകൂല സംഘടനയായ IHRD എംപ്ലോയീസ് യൂണിയൻ്റെ അധ്യക്ഷൻ നമ്മുടെ PK ബിജു ആണ്. അതാണ്. അപ്പം അവർ തന്നെ സർക്കാരിനെതിരെ രംഗത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM പണ്ടേ അവർ പറഞ്ഞ ഞങ്ങൾ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ എന്ന് പണ്ടേ അവർ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഭരണവും സമരവും കൊണ്ടുപോകാൻ അവർ വലിയ താല്പര്യമില്ല. മാത്രമല്ല, അങ്ങനെ സമരം കൊണ്ടുപോയാൽ ഈ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ അതിനെ ഏത് തരത്തിലെങ്കിലും അതിനെ സമരത്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് കാണുന്നത്. മാത്രമല്ല, സംഘടനകൾക്കൊന്നും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാനുള്ള ഒരു ധൈര്യവും ഉണ്ടായിരുന്നില്ല. വലിയ പ്രമുഖന്മാരായ പല യൂണിയൻകാരും മിണ്ടാതെ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. ഈ കയർ തൊഴിലാളികൾ ഇത് IHRD മാത്രമല്ല, കയർ തൊഴിലാളികൾ മുഴുവനും ഇടത് സർക്കാരിനെതിരായിട്ട് AITUC ഉൾപ്പെടെ AITUC, CITU, അതുപോലെ അവരുടെ RSPയുടെ കീഴിലുള്ള യൂണിയനുകൾ, പിന്നെ INTUC എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയൊരു സമരം നടത്താൻ പോവുകയാണ്. അവർ ആലപ്പുഴയിൽ വലിയൊരു യോഗം കൂടിക്കഴിഞ്ഞു. അവർ ഗംഭീരമായി സമരം നടത്തി. പക്ഷെ അവസാന നിമിഷം CITU പുറകോട്ട് മാറിക്കളഞ്ഞു. അത് പിണറായി വിജയൻ പിടിച്ചു വരുത്തിയതുകൊണ്ടോ പാർട്ടി പിടിച്ചു വരുത്തിയതുകൊണ്ടോ ആയിരിക്കാം. അവസാന നിമിഷം CITU പുറകോട്ട് മാറുകയും, എന്നാൽ ഈ CITUവിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ കയർ തൊഴിലാളികൾ, ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട്, എല്ലാ യൂണിയനോട് ചേർന്നുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ശക്തമായ സമരത്തിനോട് പോകാനാണ് അവർ പ്ലാൻ ചെയ്തത്. പിന്നെ ഈ IHRDക്കാരുടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരത്തിന് വരാൻ പോകുന്നതാണ് പറയുന്നത്. ഗവൺമെന്റിനെതിരായിട്ട് വരാൻ പോകുന്നത് ജോയിന്റ് കൗൺസിൽ സർക്കാർ ജീവനക്കാരുടെ സമരം അടുത്ത മാസം 2 ദിവസം സമരം ചെയ്യാൻ സമരം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവർ അതിനുള്ള തീരുമാനം അഴിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ഒരു പ്രമുഖമായ സംഘടനയാണ്. CPIയുടെ സംഘടനയാണ്. അപ്പം ഈ അധികാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI ഈ ഗവൺമെന്റിനെതിരായിട്ട് സമരത്തിന് തയ്യാറായിരിക്കുകയാണ്. കാരണം ജോയിന്റ് കൗൺസിൽ പിന്നെ സമരത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ CPIയുടെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. CPIക്ക് അതിനകത്ത് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരറ്റത്ത് നിന്ന് കുറേശ്ശെ ഇപ്പോൾ ജോയിന്റ് കൗൺസിൽ വരുന്നു, കർഷക തൊഴിലാളികൾ വരുന്നു, IHRDക്കാർ വരുന്നു. പല സ്ഥലങ്ങളിലും ഈ പിന്നെ യൂണിയൻകാർ, CITU യൂണിയൻകാർ ശക്തമായിട്ട് രംഗത്ത് വരാൻ തയ്യാറാകുന്നു. പലപ്പോഴും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പിടിച്ചു നിർത്തുന്നത് കൊണ്ടും പലതും പറഞ്ഞ് പിടിച്ചു നിർത്തുകൊണ്ടാണ് പല സംഘടനകളും പല പ്രദേശങ്ങളിലെയും കമ്പനികളിലെയും പിന്നെ ഇതുപോലത്തെ സ്ഥാപനങ്ങളിലെയും ഒക്കെ CITUക്കാർ പിന്നോട്ട് നിൽക്കുന്നത് തൽക്കാലത്തേക്കാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരതിനകത്ത് കൂടെ ചേരും. ഇപ്പം ട്രാൻസ്പോർട്ടിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പുറകോട്ട് മാറി നിന്നിട്ട് പിന്നെ അവർ രംഗത്ത് വന്നു സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, ശമ്പളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് അവർ കാണുന്നത്. അപ്പം ഇത് ഒരു ഞാൻ പറയാം, ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരള സർക്കാരിനെതിരായിട്ട് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ശക്തമായ ഒരു അടിയൊഴുക്കും ഒരു എതിർ ശബ്ദവും ശക്തമായി വരുന്നുണ്ട്. പിണറായി വിജയൻ പഴയതുപോലെ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള അതൊക്കെ നമുക്ക് പറയാമെങ്കിലും താഴെത്തട്ടിൽ തന്നെ, അതായത് ബ്രാഞ്ച് തലത്തിൽ പോലും പിണറായി വിജയൻ സാറിനെതിരെ അതിരൂക്ഷമായ തരത്തിൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മികളൊക്കെ മുട്ടിടിച്ച് നിൽക്കും. എന്ന് കേൾക്കുമ്പോൾ തന്നെ മുട്ടിടിച്ചിരിക്കുന്നവന്മാരാണ് ഇപ്പോൾ ബ്രാഞ്ച് തലത്തിൽ പോലും പിണറായി വിജയൻ സാറിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷേ എന്നിട്ടും സാറിന് ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. അല്ലാതെ ഉണ്ടാവില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനം ഒക്കെ നടക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ജില്ലാ സമ്മേളനങ്ങളിൽ ചിലപ്പോൾ ചില ജില്ലാ DC-കളിൽ ചിലപ്പോൾ ചില എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുമായിരിക്കും. കണ്ണൂർ പോലും അതുണ്ടാകും. പക്ഷേ പാർട്ടി സംസ്ഥാന സമ്മേളനം വരുമ്പോൾ നോക്കിക്കോളൂ, കൃത്യമായിട്ടും
പിണറായി വിജയന്റെ കയ്യിൽ തന്നെയായിരിക്കും പാർട്ടി വരുന്നത്. ആ തരത്തിൽ തന്നെയായിരിക്കും. അതുവരെ ഈ പ്രാദേശിക ലോക്കൽ സമ്മേളനങ്ങളിലെല്ലാം ചർച്ചകൾ നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ ചർച്ച നടത്തട്ടെ, അവരെ മനസ്സിൽ കിടക്കണ എല്ലാം ഒന്ന് ചർച്ച ചെയ്തെങ്കിലും അവർ തൃപ്തിപ്പെടട്ടെ. അല്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഈ പാർട്ടിയിലെ ഗുണ്ടാസംഘം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രസ്ഥാനം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊണ്ടിരുന്നിട്ടും ഈ പറയുന്ന PV അൻവറൊക്കെ ഇതിൻ്റെ സഹയാത്രികരായിരുന്നു. ഇപ്പോൾ CPIയിൽ ഉള്ള വിവരമുള്ള, മനുഷ്യത്വമുള്ള, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, അന്തസ്സുള്ള, മര്യാദയുള്ള നേതാക്കന്മാരൊക്കെ, അതായത് C ദിവാകരനെ പോലെയുള്ള, പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള നേതാക്കളൊക്കെ നിശബ്ദരാണ്. ആ നിശബ്ദത എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, CPIയിലുള്ള നിശബ്ദരാണ്. നിശബ്ദത എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതായത് സർക്കാർ അവർക്ക് എതിർക്കാൻ താല്പര്യമില്ല. കാരണം ഒരു മുതിർന്ന നേതാക്കളാണ്. ഇപ്പോഴുള്ള ഒരു എതിർപ്പ് അവർക്ക് പിന്നീട് പാർട്ടിക്ക്, പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരെതിർക്കാത്തത്. അതുപോലെ G സുധാകരൻ, അദ്ദേഹം അഴിമതി ഇല്ലാത്തൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ ചില പരിപാടികൾ മാത്രമേ, ഒഴിവാക്കാൻ കഴിയാത്ത ചില പരിപാടികൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അദ്ദേഹം നിശബ്ദനാണ്. പക്ഷെ പങ്കെടുക്കുന്നിടത്താണ് അദ്ദേഹം അത്യാവശ്യം ധൈര്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ കഥകൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കാരണം ഒരു വലിയ ചതിയാണ് അന്ന് അഞ്ചലോസിനെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള നേതാക്കൾ, പിന്നെ നാണവും മാനവും ഇല്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ, ഈ പറയുന്ന കുറേ എണ്ണം. അങ്ങനെയുള്ളവർക്ക് അവർക്ക് പ്രസ്ഥാനമല്ല വലുത്, നാടല്ല വലുത്, അവർക്ക് അധികാരമാണ് വലുത്. അതായത് പല പല കോർപ്പറേഷനുകൾ, ബോർഡുകൾ, പിന്നെ അതുപോലെ അങ്ങനെ പല സ്ഥാനമാനങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കും എന്നുള്ളതാണ്. അതല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ശക്തിയും അവരുടെ പ്രചോദനവും ഈ അധികാര സ്ഥാനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. പ്രസ്ഥാനത്തിന്റെ ഒരു അടിസ്ഥാനപരമായ സംഘടനാ ശേഷിയുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും CPM-ന് ഒരു കൃത്യമായ ഒരു സംഘടനാ ശേഷിയുണ്ട്. ആ സംഘടനാ ശേഷി കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ, BJP-ക്കുണ്ടോ? അല്ല, അത് ഈ സംഘടനാ ശേഷി മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം വന്ന എതിരഭിപ്രായങ്ങളെ TP ചന്ദ്രശേഖരനെ പോലെ ഇല്ലാതാക്കി. അതിനുശേഷം ഇപ്പോൾ എന്താണ്, ആ വിരട്ട് നടക്കില്ല. കാരണം ഇന്നിപ്പോൾ യുഗം മാറി. പിന്നെ എന്താണ്, ഡിജിറ്റൽ യുഗമായി. പഴയ രീതിയിൽ ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ 10 വർഷത്തിൽ കൂടുതലായി. അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു ഇതല്ല ഇതൊക്കെ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ മാറി വരികയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ പലരെയും ജോലി കൊടുത്തും മറ്റാനുകൂല്യങ്ങൾ കൊടുത്തും പിടിച്ചു നിർത്തുകയാണ്. അത് അധികാരത്തിരിക്കുന്ന പാർട്ടി ചെയ്യുന്നത്. അതായത് പല സ്ഥലങ്ങളിൽ ഇപ്പൊ തന്നെ IHRD-യിൽ തന്നെ 3500 ജീവനക്കാരുള്ളതിൽ 1000 പേർ മാത്രമേ സ്ഥിര ജീവനക്കാരുള്ളൂ. ബാക്കി 2500-ലധികം പേർ, 500-ഓളം പേർ താൽക്കാലിക ജീവനക്കാരാണ്. അങ്ങനെ പലയിടങ്ങളിലും. അത് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിന്നെ ഇതുണ്ടല്ലോ, സർക്കാരിന്റെ സ്ഥാപനങ്ങളുണ്ടല്ലോ, സർക്കാരിന്റെ മാത്രം എയ്ഡഡ് സ്ഥാപനങ്ങൾ, എയ്ഡ് സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമി, പിന്നെ അതുപോലെ സാഹിത്യ അക്കാദമി, പിന്നെ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, 10-20ഓളം സ്ഥാപനങ്ങൾക്ക് ഇനി ശമ്പളം കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് ആ അവസ്ഥ വന്നിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഇത് ലൈബ്രറി കൗൺസിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് CPM-കാരെ തിരികെ കയറ്റിയ ഒരു സ്ഥാപനമാണ്. CPM-കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ലൈബ്രറി കൗൺസിൽ. അതിനകത്തിരിക്കുന്ന ജീവനക്കാർ മുഴുവനും CPM-കാരാണ്. പിന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 1-2 പേരെ അവിടെ ഒന്ന് പിടിച്ചു വയ്ക്കുമെന്നല്ലാതെ ബാക്കി അതിനകത്തിരിക്കുന്ന 95% ജീവനക്കാരും പിന്നെ CPM-കാരാണ്. പക്ഷെ ഇപ്പൊ ആ സ്ഥാപനം എന്തിനാണ് ഇങ്ങനെ കുറെ പേർക്ക് ശമ്പളം കൊടുത്ത് പാർട്ടി സഹായത്തിനുണ്ടായി. പക്ഷെ അതല്ല ഇപ്പൊ സർക്കാർ കൈവിടുകയാണ്. ശമ്പളം കൊടുക്കാൻ താല്പര്യമില്ല. എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്, അവരുടെ പുള്ളിക്കാരന്റെ സിസ്റ്റർ അധ്യാപികയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതാവ് ഒക്കെയാണ്. ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അന്നന്ന് വൈകുന്നേരം ഇതിനെങ്ങനെ ന്യായീകരിക്കണം, എന്തു പറഞ്ഞ് പ്രതിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് വരും. അതനുസരിച്ചാണ് ഇവർ വിടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി അധ്യാപികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു അധ്യാപിക പോലും ഇത്തരത്തിലാകുമ്പോൾ ഇവരൊക്കെ ഈ നാടിനെ എങ്ങോട്ടല്ല. അതിനുവേണ്ടിയാണല്ലോ 100 ആൾക്കാർ ശമ്പളവും കൊടുത്ത് അവിടെ സൈബർ സെൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും മറ്റു ചില സ്ഥലങ്ങളിലും ഇതിന്റെ 30 പേരാണ്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിനെയും ഒക്കെ വിമർശിക്കാൻ വേണ്ടി 30 എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. 30 പേര് നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനി 30 അല്ല 3000 പേരെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം സൈബർ പോലീസിലാവട്ടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരുടെ മക്കൾ വളർന്നു വരികയാണ്. ആ മക്കളും ജീവിക്കേണ്ടത് ഈ ഒരു ദുഷിച്ച സാഹചര്യത്തിലല്ലേ.
അവരുടെ ഇനിയുള്ള തലമുറയും ജീവിക്കേണ്ടത് ആ സാഹചര്യത്തിലെ കുറച്ച് പേരെങ്കിലും വേണ്ടേ ഇത് തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ. അങ്ങനെ ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ ഇല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ ഇല്ലാത്തവർ, അതായത് അങ്ങനെ ഒരു 1000 ഉദ്യോഗസ്ഥർ ഇത് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഒരു വിഷവിത്ത് മതി അതിനെ മുഴുവൻ വിഷമമായി മാറ്റാൻ. അത് ഈ സിസ്റ്റത്തിന്റെ ഒരു രീതിയാണ് സുരേഷ്. അതിപ്പോ ആരായിരുന്നാലും അവരുടെ ജോലി, ജോലിയുടെ കർത്തവ്യം, അവർ ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ആ ഡ്യൂട്ടി അവർക്ക് ചെയ്തില്ലേ പറ്റുള്ളൂ. ഡ്യൂട്ടി എന്താണ് ഡ്യൂട്ടി? എന്ത് ഡ്യൂട്ടി? എന്താണ് ഡ്യൂട്ടി? ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നതാണ് ഡ്യൂട്ടി. അത് വേറെ. അത് കാരണം അല്ലാതെ അവർക്ക് പറ്റില്ല, അവർക്ക് നിൽക്കാൻ പറ്റില്ല. അധികാരം അവരുടെ കയ്യിലാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള അവസരം വരും. അന്ന് പറയുക മാത്രമല്ല, അത് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്രട്ടേറിയറ്റിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. അവിടെ ഒരു ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടി വീണ ഒരു സ്ത്രീ, അതൊരു വനിത ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അവർക്ക് ഗുരുതരമായ പരിക്കാണ്. എന്നാൽ ഒരു കാര്യം ചോദിക്കൂ, ഇവിടെ ഈ ഏറ്റവും അടുത്തതായിട്ട് നമ്മുടെ മന്ത്രി OR കേളുവിൻ്റെ ഔദ്യോഗിക വസതി അറ്റകുറ്റപ്പണി ചെയ്യാൻ എത്രയോ ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ. ലിഫ്റ്റിന് വേണ്ടി 25 ലക്ഷം, ചാണകക്കുഴിക്ക് 4 ലക്ഷം, 48 ലക്ഷമോ മറ്റോ പശുത്തൊഴുത്തിന്, നീന്തൽക്കുളം നവീകരിക്കാൻ പലതവണയായി പണം, ഈ CC ക്യാമറകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകം, മരക്കൊമ്പുകൾ വെട്ടിമാറ്റാൻ വേണ്ടി വേറെ പ്രത്യേകം, സുരക്ഷാ ജീവനക്കാർ, ഇതെല്ലാം ഉണ്ട്. എല്ലാ മന്ത്രിമാർക്കും എല്ലാം ഉണ്ട്. പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ ജീവനക്കാർക്ക് പോലും അവിടെ ഒരു സ്ത്രീ കണ്ട വളരെ അപകടം. ഒന്ന് ആലോചിക്കൂ, ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്ത് അത് പൊട്ടി വീഴുന്നാലുള്ള ചിന്തിക്കാൻ കഴിയുമോ? അത് മാത്രമല്ല, അവിടെ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ലിഫ്റ്റ് അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്, ഒരു കമ്പി വേലി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ലിഫ്റ്റില്ല. അങ്ങനെ ലിഫ്റ്റിന് വേണ്ടിയിട്ട് പൈസയില്ല. ബാത്റൂമുകൾ, അതായത് പുരുഷന്മാരുടെ ബാത്റൂമിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് അത് കെട്ടിവെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് അത് കെട്ടിവെച്ചിരിക്കുകയാണ്. നോക്കൂ ഗതികേട്. അല്ല, ഇതുണ്ടാവുന്നേ ഗവൺമെന്റിന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കും. 658 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള കണക്ക് മറ്റൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോഴും കിടക്കുന്നത്. ആ പണം എടുത്തു കൊടുത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ പറ്റില്ല എന്തായാലും, കാരണം കേന്ദ്രം കൂടി കനിയണമെന്ന് ഇവർ പറയുന്നു. ശരി, സമ്മതിക്കാം. പക്ഷേ ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 പേർക്ക് 300 രൂപ വീതം വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് ഒറ്റ മാസമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പാവങ്ങൾ എവിടെ പോകുന്നൂറാ? ഈ ആൾക്കാർ എവിടെ പോകും? എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവർ എവിടെ പോകും? അവിടെ പോലും അവരുടെ ഇതിൽ പോലും ഈ അന്തം കമ്മികളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണ് അവിടെ ഒരു പ്രവർത്തനം. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ സാലറി ചലഞ്ചിലൂടെയൊക്കെ വിരട്ടലൊക്കെ നടത്തി നോക്കി, ഒരു രക്ഷയുമില്ല, കൊടുത്തില്ല. ഇനി ഒരു കാര്യം, കേരളത്തിൽ ജനങ്ങൾ പെട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത തവണ LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും സാധാരണക്കാരൻ്റെ ഗതി ഇത് തന്നെയാണ്. കാരണം UDF അധികാരത്തിൽ വന്നാൽ ഒരു ദിവസം ഭരിക്കാൻ സമ്മതിക്കില്ല. പിറ്റെന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റെന്ന് ചെങ്കോണകം കൊണ്ട് കുത്തും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അവിടെ ഇരിക്കും സമരം, പല കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ഒരു മന്ത്രിമാരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, MLA മാരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അവർ ആ രീതിയിൽ അവർ പെരുമാറും. അത് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. LDF ആണ് വരുന്നതെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ അടിവസ്ത്രം ആഡംബര വസ്തുവായിട്ട് പ്രഖ്യാപിച്ച് മുണ്ട് പൊക്കി നോക്കും. അടിവസ്ത്രത്തിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് പിഴ ഈടാക്കും, അല്ലെങ്കിൽ ആഡംബര നികുതി ഈടാക്കും. ആ ഒരു കാര്യം കൂടി ഇനിയുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പറഞ്ഞ് മടുത്തു. ഇനി ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ചിന്തിക്കുക.